നമസ്കാരം, എൻ്റെ പേര് കിരൺ. എൻ്റെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം വട്ടപ്പാറ കുറ്റിയാണി. നമ്മുടെ കെന്നലിൻ്റെ പേര് വന്നിട്ട് പ്രൈഡ് ഓഫ് ഹെവൻ. നമസ്കാരം, ടെസാചാർഡിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തെക്കൻ കേരളത്തിലെ നല്ല കിഡിലൻ ഡോബർമാനെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനാണ്. അപ്പം ബ്രോയുടെ പേര് കിരൺ എന്നാണ്. ബ്രോ പറയും കൂടുതൽ ഡീറ്റെയിൽസ്. ബ്രോ ഈ ബ്രീഡിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ? ഞാൻ ഇലക്ട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. വീട് വന്നിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇപ്പോൾ ഇവിടെ ഡോബർമാൻ മാത്രമാണ്, യൂറോപ്യൻ ഡോബർമാൻ മാത്രമാണ് ബ്രീഡ് ചെയ്യിപ്പിച്ചത്. അതിന്റെ ബ്രീഡിങ്, സ്റ്റഡിങ്, ഡോബർമാനായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസും ഉണ്ട് ഇവിടെ. ഫസ്റ്റ് ഡോബർമാൻ തന്നെയാണോ? അല്ല, വേറെ ഞാൻ ജർമ്മൻ ഷെപ്പേർഡ് വളർത്തിയിട്ടുണ്ട്, റോട്ട് വളർത്തിയിട്ടുണ്ട്, സ്പിറ്റ്സ് വളർത്തിയിട്ടുണ്ട്. ലാസ്റ്റില് ഇപ്പൊ വന്ന് നിൽക്കുന്ന ഇവരിലാണ് യൂറോപ്യൻ ഡോബർമാൻ. ഡോബർമാൻ ഇപ്പൊ ഇവിടെ യൂറോപ്യൻ മാത്രമാണോ ഉള്ളതോ? നമ്മുടെ കയ്യിൽ ഇപ്പൊ യൂറോപ്യൻ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ലാറ്റിൻ അമേരിക്കൻ, അതുപോലെ യൂറോപ്യൻ. ജർമ്മൻ ഡോബർമാനാണ് യൂറോപ്യൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഇത്രയും ബ്രീഡ്സ് വളർത്തിയതിൽ ഡോബർമാൻ ആണോ ഏറ്റവും? നമുക്ക് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പിന്നെയാണ് ഇതിലോട്ട് മാത്രമാക്കിയത്. ഇവന്റെ പേരെന്താ വരുന്നത്? ഇവന്റെ പേര് ബെല്ലി. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ അവനൊരു 2.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 2.5 വയസ്സായി. ഒരു സെർബിയൻ ചാമ്പ്യൻ കുവായി ആൽബ എന്ന് പറയുന്നതിന്റെ സണ്ണാണ്. ഈ ഡോബർമാനെ ആദ്യമേ പപ്പി ആയിട്ടാണോ കൊണ്ടുവന്നത്? ഇല്ല, ഞാൻ ഇവനൊരു 9 മാസമുള്ളപ്പോൾ എടുക്കുന്നതാണ്. ഇവിടുത്തെ ട്രിവാൻഡ്രത്ത് തന്നെ ജോസഫ് ടോം എന്ന് പറഞ്ഞ മെജിക്കൽ ഡബിൾ ഹെലിക്സ് അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇവനെ. എടുത്ത സമയത്ത് ഏകദേശം എത്രയായിരുന്നു? എടുത്ത സമയത്തിന് ഇവന് ഒരു 1.60 ആ ഒരു ബഡ്ജറ്റ്. ഈ സ്ട്രേഞ്ചേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയാ? സ്ട്രേഞ്ചേഴ്സ് പരിചയമില്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കടിങ്ങി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പുറത്ത് സ്റ്റഡിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ ടെമ്പർമെന്റ് ആക്കിയിട്ടില്ല, ഒരു മീഡിയം ലെവലിൽ. നമുക്ക് അത്യാവശ്യം കടിങ്ങി വേണം, എന്നാലും എല്ലാവരുമായിട്ട് നല്ല രീതിക്ക് സോഷ്യലായിട്ട് പോണ ആ രീതിക്കാണ് നമ്മളിപ്പം വളർത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഏകദേശം എത്ര ഡോബർമാൻസ് ഉണ്ട്? നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു എല്ലാം കൂടി ഒരു 8-10 പേരുണ്ട്. പിന്നെ പപ്പീസും സെമി അഡൽട്ടായിട്ട് വേറെ ഉണ്ട്. പപ്പീസ് ഇവന്റെ തന്നെയാണോ ഉള്ളത്? ഇവന്റെ അല്ല, വേറെ ഉള്ള ഒരു ടോർസ് ഓഫ് മെജിക്കൽ ഡബിൾ ഹെലിക്സ് എന്ന് പറഞ്ഞ ഒരു മെയിലുണ്ട്. അപ്പോഴേ അവൻ ഇവിടെ ലിറ്റർമേറ്റ് പോലുള്ള ഒരു ഫീമെയിൽ ആണ്, ഡോട്ടർ. ഫീമെയിൽ ഇവിടെ തന്നെ? നമ്മുടെ ഫീമെയിൽ തന്നെ. അപ്പോൾ അതിലൊരു ലിറ്റർ ആക്കിയിട്ടുണ്ട് ഇപ്പം പപ്പീസ് ഒരു 50 ദിവസമൊക്കെ ആയി. പിന്നെ വേറെ ഉള്ളത് മൾട്ടി കൺട്രി ചാമ്പ്യൻ ഒറാക്കിൾ ബൈ കല്യാണ എന്ന് പറയുന്ന ഒരു മെയിലുണ്ട്, ഇമ്പോർട്ടാണ്. അതിന്റെ പപ്പീസ് കിടപ്പുണ്ട്. പപ്പീസ് എത്ര ദിവസമായതാ ഉള്ളത്? പപ്പീസ് ഇപ്പൊ നമ്മുടെ ഒരു സെമി അഡൽട്ടൊക്കെ ആയിട്ടുള്ള ഒരു 5 മാസം ആയതുണ്ട്. പിന്നെ ഉള്ളത് വന്നിട്ട് ഒരു 50 ദിവസം ആ ഒരു പ്രായമായിട്ടുള്ള വേറെ പപ്പീസ് ഉണ്ട്. ഇപ്പൊ ഈ ഡോബർമാൻ ആകുമ്പം ഈ ജർമ്മൻ ഷെപ്പേർഡിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അധികം ഗ്രൂമിങ്ങിന്റെ ഒന്നും ഗ്രൂമിന്റെ ആവശ്യമൊന്നും വരല്ല. ഇവർക്കൊക്കെ മാസത്തിൽ 2 മാസം കൂടുമ്പോഴൊന്ന് ജസ്റ്റ് കുളിപ്പിച്ചാൽ മതി. ബ്രഷിംഗ് ഒക്കെ അതുപോലെ തന്നെ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ജർമ്മൻ ഷെപ്പേർഡ് ആകുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഗ്രൂമിങ് ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ഇവർക്ക് ആ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് അസുഖങ്ങൾ കുറവാണ്, നല്ല ഹൈപ്പർ ആക്റ്റീവ് ആണ്, വേറെ സ്കിൻ പ്രോബ്ലംസോ അങ്ങനെ ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഇയർ ക്രോപ്പിംഗിന്റെ ഒക്കെ അത് എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്രോപ്പിംഗ് നമുക്ക് പപ്പീസിന് ഒരു 5 കിലോ ഭാരമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ക്രോപ്പിംഗ് ചെയ്യാം. അത് നോർമലി ആകുമ്പോൾ ഒരു 50-52 ദിവസമൊക്കെ ആകുമ്പോൾ ക്രോപ്പിംഗ് ചെയ്യാവുന്നതാണ്. ഒരു 4 മാസത്തിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറക്കായി കിട്ടും. പിന്നെ എല്ലാം നമ്മൾ അത്രത്തോളം ടാപ്പിംഗ് ചെയ്തെടുക്കേണ്ടി വരും. അത് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കണോ ടേപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട്? ടേപ്പിംഗ് ചെയ്യുമ്പോൾ നോക്കണം, നമ്മളത് ടേപ്പ് ചെയ്യുന്നത് ഒരു ഈ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ഒരു മീഡിയം ടെമ്പർമെന്റിലൊക്കെയാണ് ചുറ്റിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് ക്ലോട്ടായി മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നല്ലപോലെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആകാൻ ചാൻസ് ഉണ്ട്, ഇയർ ഇൻഫെക്ഷൻ. അതെ. ഇപ്പം നേരത്തെ കണ്ട മെയിലാണ്, നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെയിലാണ് നിങ്ങൾ കാണുന്നത്. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഫീമെയിൽ ആണ്. ഫീമെയിലിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇവർക്ക് ഇപ്പൊ 3 വയസ്സായിട്ടുണ്ട്. 3 വയസ്സ്. ആളുടെ പേരെന്താ? ഇവളുടെ പേര് ഈസ്റ്റർ ഓഫ് മെജിക്കൽ ഡബിൾ ഹെലിക്സ്. ഈസ്റ്ററിനെ എപ്പോഴാ കൊണ്ടുവന്നത്? എത്ര വയസ്സായപ്പോ ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ ഞാൻ ഒരു 1.5-2 വയസ്സൊക്കെ ആയപ്പോൾ കൊണ്ടുവന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജോസഫ് ടോം പുള്ളിയുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് വന്നിട്ട് ഒരു സെർബിയൻ ഇമ്പോർട്ട് അഡോണീസ് ഐസി ബ്ലാക്കിന്റെ ഡോട്ടറാണ്. മദർ വന്നിട്ട് റാഫ് ഓഫ് മെജിക്കൽ ഡബിൾ ഹെലിക്സ്, ആ ഒരു കോമ്പിനേഷനിലുള്ളതാണ്. അഡോണീസ് ഇന്ത്യയിൽ വന്നപ്പോഴത്തേനുള്ള ഫസ്റ്റ് പപ്പി അതാണിത്. ഇപ്പം മെയിലിനെ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോ 9-ാം മാസമായിരുന്നു പറഞ്ഞല്ലോ. അന്നേരം പപ്പിയാണ്, പപ്പി സ്റ്റേജ് ആണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഫീമെയിലിനെ കൊണ്ടുവന്നപ്പം 1.5 വയസ്സ് 2 വയസ്സ് അടുപ്പിച്ച് കൊണ്ടുവന്നേ. അപ്പം എങ്ങനെയായിരുന്നു? അഗ്രഷൻ ഉണ്ടായിരുന്നു? വന്ന സമയത്ത് ചെറിയൊരു അഗ്രഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ആനിമൽ അഗ്രഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ആനിമൽ അഗ്രഷൻ ഉണ്ട്. പക്ഷെ നമ്മളെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്, ഇടയ്ക്ക് വീട്ടിനകത്ത് കയറി വരും.
കൊണ്ടുവന്നപ്പോഴേ ഇണങ്ങാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ കുഞ്ഞിനെ കണ്ടിട്ടുള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട മെയിലിന്റെ ഇയറും അതുപോലെ തന്നെ ടെയിലും ക്രോപ്പ് ചെയ്തേക്കായിരുന്നു. ഫീമെയിലിന്റെ രണ്ടും ചെയ്തിട്ടില്ല. ഇല്ല ഇവിടെ ഫുള്ള് നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് തന്നെ നിർത്തിയിരിക്കുകയാണ്. നാച്ചുറൽ ബ്യൂട്ടി ആണല്ലേ? അതെ. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു സ്റ്റൈൽ ഇപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട് പറഞ്ഞുണ്ട്. നമ്മുടെ ഒരു 2 പപ്പീസ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ. ഒരു മെയിൽ ഒരു ഫീമെയിൽ ഇതുപോലെ തന്നെ ടൈലോട് കൂടിയൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പപ്പീസിനെ ആവശ്യപ്പെട്ട് വിളിക്കുന്നവർ കൂടുതൽ ഇയർ ക്രോപ്പ് ചെയ്ത് തന്നെ വേണം അങ്ങനെ പറയാറുണ്ടോ, റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? അവർക്ക് കൂടുതൽ ഈ കണ്ടിട്ടുള്ള എല്ലാവരും ഈ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള ഇയറും ക്രോപ്പ് ചെയ്ത് ടൈലൊക്കെ ഡോക്ക് ചെയ്തിട്ടുള്ള ഒരു രൂപമാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഡോബർമാൻ എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു കോൺസെപ്റ്റ് ആണ് എല്ലാവർക്കും മനസ്സിൽ വരുന്നത്. അതെ. പക്ഷെ ഇപ്പം കുറെ മാറി വരുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി പേര് ഇതുപോലെ ടൈലോട് കൂടി പപ്പി വേണോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇപ്പൊ ടൈലോട് കൂടി അതേപോലെ ഇയർ ക്രോപ്പ് ചെയ്ത് കാണുമ്പോൾ വേറൊരു ലുക്കാ. രണ്ടും 2 ലുക്കാണ്. അവര് ഇത്തിരി ഒരു ടെറർ ലുക്ക്, പക്ഷേ ഇവര് ഓമനത്തോ നാച്ചുറൽ ലുക്ക്. ഈ നമ്മുടെ ഈ മെയിലിന്റെ ലിറ്റേഴ്സ് ഇറക്കിയിട്ടുണ്ടോ? ഇവന്റെ പപ്പീസ് ഒക്കെ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുള്ള ഒരു നമ്മള് വെറുതെ ലോക്കലായിട്ട് ഇറക്കിയിട്ടില്ല. നല്ല ഫീമെയിൽസ് ആകുമ്പോൾ യൂസ് ചെയ്ത് കൊടുക്കും. പിന്നെ അറിയാവുന്നവർക്ക് മാത്രമേ യൂസ് ചെയ്ത് കൊടുക്കും. ഏകദേശം എങ്ങനെയാ പപ്പീസിന് റേറ്റ് വരുന്നത്? പപ്പീസ് ഇവന് ഇപ്പം കൂടുതലും സർട്ടിഫൈഡ് ഡോഗ്സിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. അപ്പൊ ഒരു 30-35 ആ ഒരു ബഡ്ജറ്റ് സ്റ്റാർട്ടിങ്. പിന്നെ ഫീമെയിലിന്റെയും കൂടെ ഫീമെയിലിന്റെ ലൈൻസ് ക്വാളിറ്റി അനുസരിച്ച് വില മാറും. പ്യൂർ യൂറോപ്യനിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ 50 രൂപയ്ക്ക് മേലോട്ടായിരിക്കും അതിന്റെ ഓഫീസ് നമ്മൾ കൊടുക്കും പോകുന്നത്. ഇപ്പൊ ഇവിടെ യൂറോപ്യൻ മാത്രമാണല്ലോ ചെയ്യുന്നത്? നമ്മുടെ അതിൽ യൂറോപ്യൻ മാത്രമേ ഉള്ളൂ. എന്ത് പറ്റി ലാറ്റിനും എന്ന് നോക്കാതെ? ലാറ്റിനും നമുക്ക് ഇതിനെ കൂടുതൽ ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. തുടങ്ങിയ സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു, വേറെ ലൈൻസ് ഉണ്ടായിരുന്നു. പിന്നെ മാറ്റിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് മാത്രമായത്. ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാം പ്യൂർ യൂറോപ്യൻ മാത്രമേ ഉള്ളൂ. അതേപോലെ ഫീമെയിലിന്റെ ഇറങ്ങിയിട്ടുണ്ടോ പപ്പീസ്? ഫീമെയിൽസിന്റെ പപ്പീസ് ഇവളുടേത് 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. നമുക്ക് പപ്പീസ് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്ത് ഉടനെ ലിറ്റർ പ്രതീക്ഷിക്കാം. ഇപ്പൊ അടുത്ത ഉടനെ ഹീറ്റിൽ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ആണ് പപ്പീസ് ഇറങ്ങാൻ പോകുന്നത് അല്ലേ? അതെ, 1 ലിറ്റർ ഇറങ്ങിയതാണ്. പക്ഷേ നമുക്ക് പപ്പീസ് ലൈവ് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മള് റോഡ് വീലർ അതേപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഡോബർമാൻ അത്യാവശ്യം നല്ലപോലെ എക്സസൈസ് വേണ്ടുന്ന ബ്രീഡാണല്ലോ. അത്യാവശ്യം ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ വളർത്തണമെങ്കിൽ നല്ല കോമ്പൗണ്ട് വേണം, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഭയങ്കര കോമ്പൗണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ രാവിലെ വൈകിട്ട് അത്യാവശ്യം ഒന്ന് നടത്തിക്കാനോ ഓടിക്കാനോ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കോമ്പൗണ്ടിനകത്തൊക്കെ ഇവരെ വളർത്താം. മസ്റ്റായിട്ട് നമ്മൾ എക്സസൈസ് വേണം. ഇവര് ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ എനർജി നമുക്കൊന്ന് ലോസ് ചെയ്ത് കളയാം ഡെയിലി, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഡോബർമാനൊക്കെ കൂടുതലും ആണുങ്ങൾ അല്ലെങ്കിൽ ആണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ഇപ്പോഴും ലേഡീസ് ഒത്തിരി പേര് മേടിച്ചോണ്ട് പോകുന്നുണ്ട്. മുമ്പായിരുന്നു എല്ലാവർക്കും വലിയ ചേഞ്ച് ബ്രീഡുകൾ വരുമ്പോഴത്തേന് കാണാനും എല്ലാവരും പേടി. ഇപ്പം എല്ലാവരും വളർത്തി തുടങ്ങിയപ്പോഴത്തേനും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ലേഡീസ് തന്നെയാണ് കൂടുതലും ഇപ്പം എടുക്കുന്നത്. അപ്പൊ ഈ കൊണ്ടുപോയി നമ്മള് പപ്പി സ്റ്റേജിലെ കൊണ്ടുപോയി ഇണക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ? അതെ, നമ്മൾ ഒരു പപ്പി സ്റ്റേജിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു രീതിക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. ഇപ്പൊ ഈ ഡോബർമാൻ ആദ്യമായിട്ട് എടുക്കുന്നവരുടെ എന്താ പറയാനുള്ളത്? ആദ്യമായിട്ട് എടുക്കുന്നവരോട് പറയാൻ വേണ്ടിട്ട് നമുക്ക് നോക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ഡോഗിനെ എടുക്കല്ലേ. ആ ഡോബർമാൻ അല്ല ഏതായാലും നമുക്ക് അവരെ കൂട്ടത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡോഗിനെ എടുക്കാൻ പോകരുത്. കൂട്ടിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇവര് ഫുൾ അഗ്രഷനായി ഇതായി പോകും അല്ലേ? അങ്ങനെയല്ല, നമ്മള് കൂട്ടിലിട്ട് വളർത്തുന്നതാണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം ഡെയിലി ഇവരെ കൂട്ടത്ത് സ്പെൻഡ് ചെയ്യണം. അതെ, നമ്മളെ വീട്ടിലൊരാളെ പോലെ കാണാൻ നോക്കണം. അപ്പോഴത്തേനും അവരുടെ സ്വഭാവമൊക്കെ ആ ഒരു രീതിക്ക് ആറ്റിറ്റ്യൂഡൊക്കെ വരും. ഇപ്പൊ ഈ ഡോഗ് ഭയങ്കര അഗ്രസീവ് ആയി ഇങ്ങനെ ആൾക്കാരെ കടിക്കുന്ന സത്യം പറഞ്ഞാൽ അത് ഓണറിന്റെ മിസ്റ്റേക്ക് തന്നെയാണല്ലേ? അങ്ങനെ കൂടുതൽ ഓണർ ഇത് ഇവരുടെ ലൈൻസിൽ ടെമ്പർമെന്റ് ഒക്കെ വരും. അത് നമുക്ക് ഹൈഡ് ചെയ്തൊക്കെ വളർത്തിയെടുക്കാം. അത് കൂടുതലും നമ്മൾ ഓണറിന്റെ നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നതിന്റെ ഒരു ഇതിൽ തന്നെയാണ് കൂടുതലും അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയി പോകുന്നത്. നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ലേഡീസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. ഇത് നമ്മുടെ ഒരു കസിനാണ്. ഇവരിവിടെ വരുന്ന സമയത്തിനൊക്കെ ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ്, ഒരു കുഴപ്പമില്ല. അവരുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിൽക്കുന്ന ഡോഗാ. അപ്പൊ ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് പെൺകുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഡോബർമാനെ പോലത്തെ വലിയ ബ്രീഡ്സിനെയൊക്കെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ വളർത്തുന്ന രീതിയിലാണ് വളർത്തിക്കൊണ്ടുവന്ന രീതി, പിന്നെ നമ്മുടെ മനസ്സിന്റെ ഒരു ഇത് നമ്മൾ പേടിക്കുവാണെന്നുള്ളത് പട്ടിക്ക് മനസ്സിലാവരുത് അല്ലേ? അതെ, അങ്ങനെയല്ല, നമ്മള് ഓരോ ഡോഗും ഓരോ ടൈപ്പ് ആയിരിക്കും. ഇപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പം ഡോഗിന് തോന്നരുത് ഡോഗാണ് ഓണർ എന്നുള്ള രീതിയിൽ. അത് നമ്മള് ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേനുള്ള ഒരു ഇതാണ്. നമ്മുടെ കീഴിലെ ഡോഗ് നിൽക്കണം. അപ്പോഴേ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും അവർക്ക് കമാൻഡുകൾ പെട്ടെന്ന് പഠിപ്പിക്കാനും ഈസി ആയിരിക്കും.
ഇപ്പൊ ഇവര് രണ്ടുപേരും കമാൻഡ്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? അത്യാവശ്യം നമുക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ട്രെയിൻ അത് നമുക്കറിയാന്നുള്ള രീതിക്ക് ചെറുതായിട്ടുള്ള ട്രെയിനിങ്, അല്ലാതെ ഭയങ്കര ഒബീഡിയൻസ് ആയിട്ടൊന്നും അല്ല. നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അത്യാവശ്യം ഗെറ്റിന് കൂട്ടി കയറാനും ബാക്കി കാര്യങ്ങളെല്ലാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ചെറിയ പപ്പീസ് വന്നിട്ട് ഇതാണ്. ഇപ്പം 50 ദിവസം ആയിട്ടുണ്ട്. ഇതിൻ്റെ ലൈൻസ് വരുമ്പോഴത്തേന് ഫാദർ വരുമ്പോൾ ടോർച്ച് ഓഫ് മെജിക്കൽ ഡബിൾ ഹെലിക്സ്, സ്മാക്ക് ഇൻറ്റു റാഫ്, ആ ഒരു കോമ്പിനേഷനിലുള്ളതാണ് ഫാദർ. മദർ സൈഡ് വരുമ്പം സെർബിയൻ ചാമ്പ്യൻ കുവായി ആൽബ അബീസ ഇൻറ്റു വൈക്കോഡി ഓഫ് മെജിക്കൽ ഡബിൾ ഹെലിക്സ്, ആ ഒരു കോമ്പിനേഷനിലുള്ള പപ്പീസാണിത്. ഇപ്പം പപ്പീസ് ഒരു 50 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇവർ വന്നിട്ട് പ്യുവർ യൂറോപ്യൻ ബ്ലഡ് ലൈനിലുള്ളതാണ്. സർട്ടിഫൈഡ് ഡോഗാണ്. നമ്മളിപ്പം കോട്ട് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് ഒന്ന് ഒരു 50-60 ആ ഒരു ബഡ്ജറ്റാണ് ഇവർക്ക് കോട്ട് ചെയ്തിരിക്കുന്നത്. പപ്പീസിന് നമ്മളിപ്പം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ റോമേറ്റ് കൊടുക്കും. ചിക്കൻ തന്നെയാണ് നല്ലപോലെ ഫ്രീസ് ചെയ്തിട്ട് അതിന് ചെറിയ പീസാക്കിയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ കെനേൻ ക്രീക്ക് അത് ഒരു 2 നേരം ഫീഡ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പപ്പീസ് എടുക്കുന്നവർ നമ്മൾ എവിടെ നിന്ന് പപ്പി എടുത്തു കഴിഞ്ഞാലും ബ്രീഡർ ഏത് ഫുഡ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നോ അത് കുറച്ച് നാൾ കൊടുത്തതിന് ശേഷം പതിയെ ചേഞ്ച് ചെയ്യാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പപ്പീസിന് വാക്സിൻ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതാണ്. നമ്മൾ ഒരു കാരണവശാലും അവിടുത്തെ ടേബിളുകളിൽ പപ്പീസിനെ വയ്ക്കാൻ നോക്കരുത്. നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കണം. കാരണം ഒരുവിധപ്പെട്ട എല്ലാ അസുഖമുള്ള ഡോഗുകൾ ഹോസ്പിറ്റലിൽ വരുന്നതാണ്. അപ്പോൾ ആ അസുഖങ്ങൾ നമ്മളെ പപ്പീസിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ചെറിയ പപ്പീസിനെ നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ വാക്സിൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുക. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കണ്ടതുപോലെ തന്നെ നല്ല കിഡിലും ക്വാളിറ്റി ഉള്ള യൂറോപ്യൻ ഡോബർമാൻ പപ്പീസ് ആണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ബ്രോയുടെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വീഡിയോയിലും അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.